ഇന്ന് അത്താഴത്തിന് എണീച്ചപ്പോൾ ഞാൻ ഓർത്തേ ഒന്ന് വീഡിയോ എടുത്തേക്കാം. അങ്ങനെ ഞാൻ കുളിച്ചൊന്ന് ഉഷാറാകാൻ വേണ്ടി ഒന്ന് കുളിച്ച് ഫ്രഷൊക്കെ ആയിട്ടാണ് ഞാൻ വന്നത് തന്നെ. അപ്പോൾ പിള്ളേരെ വിളിക്കാൻ വേണ്ടി വന്നപ്പോൾ അവനെ തട്ടി ഉണർത്തിയപ്പം അവൻ പെട്ടെന്ന് തന്നെ എണീച്ച് പള്ളിയിൽ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത ആളെ കാര്യം ഒന്നും പറയണ്ട. അതാണ് ഉറക്കത്തിൻ്റെ ആശാട്ടിയാണ്. അതിനെ ഞാൻ വിളിച്ചുകൊണ്ട് നിന്നപ്പോൾ അത് കൈയൊക്കെ കൂപ്പിയിട്ട് പറയണേ, ഞാൻ ഇച്ചിരി നേരം കൂടെ കിടന്നോട്ടെ എന്ന്. ഒന്നും പറയണ്ട പിള്ളേരെ കാര്യമേ. പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ആദ്യം ഇച്ചിരി എണ്ണിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും വാപ്പീനെ പേടിച്ച് വേഗം എണ്ണിക്കും കേട്ടോ. വേഗം എണ്ണിച്ച് എല്ലാവരും കൂടെ പല്ലി വെച്ച് ഫ്രഷായി എല്ലാവരും കൂടെ കഴിക്കാൻ വേണ്ടി ടേബിളിൻ്റെ പുറത്ത് വന്നിരിക്കും. അപ്പം താത്തി ചോറും ചമ്മന്തിയും തക്കാളി മെഴുക്കുവരട്ടിയും മുട്ട വറുത്തതും ഇതെല്ലാം ഇങ്ങനെ ഉണ്ടാക്കി വെക്കും. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഇന്ന് കഴിക്കും. അതൊരു രസം തന്നെയായിരുന്നു കേട്ടോ. ഒന്ന് ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും നോമ്പ് പിടിച്ചേ പറ്റത്തുള്ളൂ. അത് മസ്റ്റാണ്. ഞങ്ങളുടെ വാപ്പി നിർബന്ധം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആഹാരമില്ല. നോമ്പ് പിടിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടത്തില്ല. അതുകൊണ്ട് എന്തായാലും നമ്മളോർക്ക് നോമ്പ് പിടിക്കുന്നത് നല്ലതെന്ന് ഓർക്കും. അപ്പം ഞങ്ങൾക്കിന്ന് മന്തിയായിരുന്നു കേട്ടോ. പെരുപെരി മന്തിയായിരുന്നു. അതിൻ്റെ കൂടെ നമുക്ക് ഗുബൂസ് ഉണ്ടായിരുന്നു, പിന്നെ മുട്ട റോസ്റ്റ് ഉണ്ടായിരുന്നു, അടയും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതെല്ലാം എടുത്ത് വെച്ചിട്ട് ഞാൻ ഇവരെ കഴിക്കാൻ വേണ്ടി വിളിച്ചു. അവൻ നല്ല കുളിച്ച് ഫ്രഷായിട്ട് വന്നിട്ടാണ് അവൻ കഴിക്കുന്നത്. അടുത്ത ആളെ കാര്യമാണ് കഷ്ടം. അത് രാവിലെ എണ്ണിച്ചിട്ടുണ്ട്. അത് കുനിഞ്ഞിരുന്ന് തിന്നുകൊണ്ടിരിക്കുവാണ്. അതാകുമ്പോൾ പയ്യെ ഇച്ചിരിച്ച് കഴിക്കുമ്പോൾ ഇരുന്ന് കഴിക്കാമല്ലോ. അത് പല്ല് തേച്ചിട്ടുണ്ടാകുന്ന പോലും അറിയത്തില്ല. തേച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ കുനിഞ്ഞിരുന്ന് ഇത് കഴിക്കുവാണ്. അപ്പം ഞാനിരുന്ന് അവർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാനിരുന്ന് മന്തി കഴിക്കുമായിരുന്നു. പക്ഷെ നല്ല ചൂടുണ്ട് കേട്ടോ. നല്ല ചൂടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ എൻ്റെ കൈയൊക്കെ ജസ്റ്റ് പൊള്ളിയൊക്കെ ചെയ്ത്. ഈ 4 മണിക്ക് മന്തി കഴിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര എരിവ്. അപ്പോൾ ഒരു അടയൊക്കെ ഇരുന്ന് ഞാൻ കഴിച്ച്. അങ്ങനെയായിരുന്നു ഇന്ന് ഞങ്ങളുടെ അത്താഴം. പക്ഷെ എന്നാലും പണ്ടത്തതുപോലെ ഒരു രസമില്ല. പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ നോമ്പ് തുറയാണെങ്കിലും എല്ലാവരും കൂടെ ഇരുന്ന്. ഇതിപ്പോൾ ഞങ്ങൾ 3 പേരും മാത്രമേ ഉള്ളൂ വീട്ടിൽ. അത് കാരണം ഒരു രസവും ഇല്ല. അന്നൊക്കെ എന്ന് പറയുമ്പോൾ ഭക്ഷണങ്ങളൊക്കെ ആണെങ്കിലും ഞങ്ങളുടെ വീട് ടേബിൾ നിറയെ ആയിരിക്കുമല്ലോ. പക്ഷേ എനിക്ക് കഴിച്ചില്ലെങ്കിലും എനിക്കിങ്ങനെ ഫുഡ് ടേബിൾ നിറയെ കാണണം. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ. ഇന്ന് ഞങ്ങളുടെ അത്താഴം ഇതായിരുന്നു കേട്ടോ.